ഹൈ ഡേയ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം. ഗുഡ് മോർണിംഗ്. നിഫ്റ്റി കഴിഞ്ഞ ദിവസം 25,100 മുകളിൽ ഹോൾഡ് ചെയ്യാൻ സാധിച്ചെങ്കിൽ കൂടിയും 100 പോയിന്റിലേറെ ഫോൾ രേഖപ്പെടുത്തി. സെൻസെക്സ് 386 പോയിന്റ്. ബാങ്കിങ് സെക്ടർ വീക്കായിരുന്നു. അദാനി പോർട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഓട്ടോ സെക്ടർ വീക്കായിരുന്നു. റിയൽ എസ്റ്റേറ്റ് വീക്കായിരുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് വീക്കായിരുന്നു. BSE ഇടിഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റും ഏകദേശം ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. US മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം ഫോള് രേഖപ്പെടുത്തി. ഇന്നലെയും ഫോള് രേഖപ്പെടുത്തി. പ്രധാനമായിട്ടുള്ള കാരണം US മാർക്കറ്റിൽ S&P 500 പറയുന്നത് ഈ അവിടുത്തെ മാർക്കറ്റിനെ അളക്കുന്ന മെഷേഴ്സ് ഉണ്ട്. അതിൽ ഈ 20ൽ 19 ക്രൈറ്റീരിയ പറയുന്നത് US മാർക്കറ്റ് ഓവർ വാല്യൂ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇന്നലെയും അതിന് മുമ്പുള്ള ദിവസവും ഇടിവ് രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയാണ്. US മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം, എൻറ്റയർ മാർക്കറ്റ് കണ്ടുവരാം. അപ്പോൾ ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ ലെവലുകളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 56 പോയിൻറ്റ് മൈനസിലാണ്. അപ്പോൾ നിഫ്റ്റി വെറുതെ നോക്കിയ പോലെ നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് എന്തായിരുന്നു എന്ന് നോക്കണം. ഫ്യൂച്ചർ ക്ലോസ് ഉണ്ടായിരുന്നത് 25,113. ഇപ്പം നിഫ്റ്റി വേറെ, നിഫ്റ്റി ഫ്യൂച്ചർ വേറെ, നിഫ്റ്റി വേറെ. ഇത് മൂന്നും വാല്യൂ ആണ്. നിഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ കറൻറ്റ് സ്പോട്ട്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ. നിഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചറും നിഫ്റ്റി തമ്മിലുള്ള ഒരു വ്യത്യാസം. കറൻറ്റ് മന്തിലെ ഫ്യൂച്ചറും 113, നിഫ്റ്റി ഇടിഞ്ഞ ഒരവസ്ഥയിലാണ്. ഒരു 50 പോയിൻ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഫർദർ കണ്ടു. അങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ എന്നാൽ 58 പോയിൻറ്റ് പ്ലസ് ആണ്. ബിറ്റ്കോയിൻ 800 മുകളിൽ നിന്നാണ് റീഡ് ചെയ്യുന്നത്. ബിറ്റ്കോയിൻ 800 പോയിൻറ്റ് പ്ലസ്. ബ്രന്റ് ഓയിൽ 63. ഗോൾഡ് $12 സ്പൈക്ക് ചെയ്തു. പിന്നീട് ഓസ്ട്രേലിയ നെഗറ്റീവ്, ഷാങ്ഹായ് ചൈന പ്ലസ്, കോസ്പി കൊറിയ നെഗറ്റീവ്, നിക്കി ജപ്പാൻ മാർക്കറ്റ് നെഗറ്റീവ്. പിന്നീട് നമ്മൾ കാണുന്നത് ഇന്നലത്തെ അവസ്ഥയാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഇന്നലെ പ്ലസ്സിൽ ക്ലോസ് ചെയ്തു. ഫ്രാൻസ് മാർക്കറ്റ് ഇന്നലെ മൈനസിൽ ക്ലോസ് ചെയ്തു. UK മാർക്കറ്റ് ഇന്നലെ 27 പോയിൻറ്റ് പ്ലസ്സിൽ ക്ലോസ് ചെയ്തു. ഡോ ഇന്നലെ 171 പോയിൻ്റ് ഇടിഞ്ഞു. നാസ്ഡാക്ക് US ടെക്നോളജി ഇൻഡെക്സ് 75 പോയിൻ്റ് ഇടിഞ്ഞു. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എൻ്റയർ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ, ഇന്നലെ നമ്മൾ മാർക്കറ്റിൻ്റെ ക്ലോസ് ചെയ്യുന്ന ശേഷം എന്തായിരുന്നു, ഇപ്പോഴുള്ള ഏഷ്യൻ, ഇപ്പോഴുള്ള ഇന്ത്യയുടെ നിഫ്റ്റി എല്ലാം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓവറോൾ പിക്ചർ കിട്ടി. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. പോളിക്യാബ് കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 0.81% സ്റ്റേക്ക് പോളിക്യാബിൽ സെല്ല് ചെയ്ത് മാറുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ടാറ്റ സ്റ്റീൽ ഹോൾഡിംഗ് PT എന്ന് പറയുന്ന ഒരു ഇവരുടെ തന്നെ സബ്സിഡിയറിയാണ്. ഈ സബ്സിഡിയറിയിൽ ടാറ്റ സ്റ്റീല് മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. 454 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. പിരമൽ എൻ്റർപ്രൈസസ് കമ്പനി പിരമൽ ഫിനാൻസായിട്ട് മെർജ് ചെയ്യാനായിട്ടുള്ള ഒരു അപ്രൂവൽ കമ്പനിക്ക് ലഭിച്ചു. ലുപ്പിൻ ഫാർമ കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഡാൽമിയ ഭാരത് കമ്പനി ED ഡാൽമിയ ഭാരതിന് 337 കോടി രൂപ വർത്ത് വരുന്ന പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ഗ്ലെൻമാർക്ക് ഫാർമ ഇവർ പുതിയ മെഡിസിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. IPCA ലാബിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, കമ്പനി ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് US ബേസ്ഡ് ആയിട്ടുള്ള ബയോ സയൻസ് കമ്പനിയായിട്ട് സൈൻ ചെയ്തു. ബിർള കോർപ്പ് കമ്പനിക്ക് തെലങ്കാനയിൽ നിന്നൊരു പുതിയൊരു ഓർഡർ ലഭിച്ചു. ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി $4.22 മില്യൺ 5 ഇയർ കോൺട്രാക്റ്റ് TCS ബെൽജിയത്തിൽ നിന്ന് ലഭിച്ചു. SMS ഗ്ലോബൽ കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് 1:1 റേഷ്യോയിൽ. ക്വാളിറ്റി പവർ കമ്പനി അവർ ഗ്യാസ് സ്വിച്ച് ഗിയർ മാനുഫാക്ചർ ചെയ്യുന്ന ഓർഡർ ലഭിച്ചു. പെനസിയ ബയോടെക് കമ്പനി പുതിയ ബേബി മിൽക്ക് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സുനിത ടൂൾസ് കമ്പനിയുടെ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ ആൾക്കാരും കാണാനും മറക്കരുത്. താങ്ക് യു ഓൾ. വൈകിട്ട് 7 മണിക്ക് കാണാം.